സ്നേഹിതരെ കാണാം. സ്വർഗരാജ്യ നിരൂപണമെൻ ഹൃദയവാഞ്ചയാ. ദൈവദൂതർ കൂട്ടത്തിൽ സ്നേഹിതരെ കാണാം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. എൻ രക്ഷിതാവ് രാജാവായ ദിക്കിൽ വാഴുന്നു. ഇതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. വിശുദ്ധരുടെ സംസർഗം വാഴാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. വിശുദ്ധരുടെ സംസർഗം വാഴാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്ത നാടതിൽ എൻ ആത്മാവെന്നും വാഴുവാൻ കാംക്ഷിക്കുന്നു എന്നിൽ. ഈ സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്ത നാടതിൽ എൻ ആത്മാവെന്നും വാഴുവാൻ കാംക്ഷിക്കുന്നു എന്നിൽ. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. 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 ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം 8 9 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യാക്കോബിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം
നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് യാക്കോബിൻ്റെ സന്തതി പരമ്പരയോടുള്ളതായ ദൈവിക വാഗ്ദത്തം ദൈവം പുതുക്കുകയാണ്, ദൈവം കൽപ്പിക്കുകയാണ് യെശയ്യാ പ്രവാചകൻ്റെ കാലത്ത്. യാക്കോബിനോട് ദൈവം പണ്ട് വാഗ്ദാനം ചെയ്തത് പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നിത്യനായ ദൈവം യാക്കോബിൻ്റെ സന്തതി പരമ്പരയോട് ആവർത്തിച്ച് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ്. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ നിരസിച്ച് കളയുകയില്ല. നിരസിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിൻ്റെ സ്വഭാവത്തിൽ നിത്യനായ ദൈവം നിന്നെ നിരസിക്കാൻ, പരിശുദ്ധനായ ദൈവം നിന്നെ നിരസിക്കാൻ ഉള്ളതായ പല കാര്യങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ട്. എന്നാൽ യാക്കോബേ, ഞാൻ നിന്നെ നിരസിച്ച് കളയുകയില്ല. നീ ഭ്രമിച്ചു നോക്കേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ നിരസിച്ച് കളയുകയില്ല, ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ വിളിച്ച് ചേർത്തിരിക്കുന്നു. എൻ്റെ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ പിടിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ ദൈവം യാക്കോബിന് നൽകിയ ദർശനമാണ് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു കൊണ്ടിരുന്നത്. യാക്കോബിന് ദൈവം ദർശനം നൽകി. ദൈവം യാക്കോബിന് ഒരു വിഷൻ നൽകി. യാക്കോബിന് ദൈവം നൽകിയ വിഷൻ സ്വർഗത്തോളം എത്തുന്ന ഗോവണിയുടെ വിഷനാണ്. സ്വർഗത്തോളം എത്തുന്ന ഗോവണി. ആ ഗോവണിയുടെ മുകളിൽ നിത്യനായ ദൈവം എഴുന്നള്ളി നിന്നുകൊണ്ട് യാക്കോബിനോട് ദൈവം സംസാരിക്കുകയാണ്. ദൈവം യാക്കോബിനോട് ഇടപെടുകയാണ്. ദൈവം യാക്കോബിന് തൻ്റെ വോയിസ് നൽകുകയാണ്. വിഷൻ നൽകി, വോയിസ് നൽകി. വി എന്ന അക്ഷരം കൊണ്ട് ആരംഭിക്കുന്ന 2 വാക്കുകൾ. ആദ്യം ദൈവം വിഷൻ നൽകി, ദൈവം ഒരു ദർശനം നൽകി. മാത്രമല്ല, ദൈവം അതിനോട് ചേർത്ത് യാക്കോബിന് തൻ്റെ വോയിസ് നൽകി, ദൈവം തൻ്റെ ശബ്ദം നൽകി, ദൈവം തൻ്റെ വചനം നൽകി. ദൈവം ദർശനം നൽകുമ്പോഴെല്ലാം ദൈവിക ദർശനം, ദൈവിക പ്രത്യക്ഷത തൻ്റെ വചനത്തിൽ കൂടെയാണ്. വിഷൻ എല്ലായ്പ്പോഴും വോയിസോട് ചേർന്നാണ്. ദൈവിക വോയിസ് ഇല്ലാത്ത വിഷൻ അത് ദൈവികമല്ല. പ്രിയപ്പെട്ടവരെ, ധരിക്കൂ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ മനസ്സിലാക്കൂ. അനേകരെ വിഷൻ ലഭിച്ചു എന്ന് പറയാറുണ്ട്, എനിക്ക് ദർശനം ലഭിച്ചു എന്ന് പറയാറുണ്ട്, എനിക്ക് ആത്മീക ദർശനം കിട്ടിയെന്ന് പറയാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വോയിസ് ഇല്ലാതെ, ദൈവത്തിൻ്റെ ശബ്ദമില്ലാതെ, ദൈവത്തിൻ്റെ വചനമില്ലാതെ, ദൈവത്തിൻ്റെ വചനത്തോട് അനുസൃതമല്ലാതെ ലഭിക്കുന്നതായ വിഷൻസ് അത് ദൈവത്തിൻ്റേതായിരിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പിൻബലം വേണം. വിഷൻ, ദർശനം ലഭിക്കുന്നത്, ദൈവികമായ പ്രത്യക്ഷത ലഭിക്കുന്നെന്ന് പറയുന്നത്, ദൈവികമായ ദർശനം ലഭിച്ചു എന്ന് പറയുന്നത്, അത് അർത്ഥവത്താകണമെങ്കിൽ, അത് സ്വീകാര്യമാകണമെങ്കിൽ, ഒരു ഭക്തന് അത് കൈക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പിൻബലം വേണം, വചനത്തിൻ്റെ കരുത്ത് വേണം, വചനത്തിൻ്റെ ശക്തി വേണം, വചനത്തിൻ്റെ കൂട്ട് വേണം. ദൈവത്തിൻ്റെ വചനത്തോടുകൂടെ വിഷൻ വേണം. വോയിസ് ഇല്ലാതെ, ഡിവൈൻ വോയിസ് ഇല്ലാതെ ഡിവൈൻ വിഷൻ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം അതായിരിക്കണം വിഷൻ്റെ പിൻബലം. ദൈവത്തിൻ്റെ വചനത്തോട് യോഗ്യതയില്ലാത്ത, ദൈവത്തിൻ്റെ വചനത്തോട് ആധാരപ്പെടാത്ത, ദൈവത്തിൻ്റെ വചനത്തോട് അനുസൃതമല്ലാത്ത യാതൊരു വിഷനും നാം കൈക്കൊള്ളരുത്. അത് ദൈവികമാണ് എന്ന് കരുതി പോകരുത്. ദൈവത്തിന് സ്തോത്രം. പല കൂട്ടായ്മകളും തെറ്റിപ്പോകുന്നത് വിഷൻ ലഭിക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ വചനവുമായി അതിന് ബന്ധമില്ല എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനവുമായി ബന്ധമുള്ളതായിരിക്കണം, ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് വരുന്നതായിരിക്കണം, ദൈവത്തിൻ്റെ വചനത്തിന് അനുസൃതമായിരിക്കണം, ദൈവത്തിൻ്റെ വചനത്തിന് ചേർന്നതായിരിക്കണം, അനുസരിച്ചുള്ളതായിരിക്കണം. പ്രിയപ്പെട്ടവരെ,
അതില്ലാതെ ലഭിക്കുന്ന വിഷൻ അതിനനുസരിച്ച് പോകുമ്പോൾ മനുഷ്യൻ തെറ്റിപ്പോകും. മനുഷ്യരെ തെറ്റിക്കാൻ പിശാച് വിഷൻ ഉപയോഗിക്കാറുണ്ട്, പിശാച് ദർശനം ഉപയോഗിക്കാറുണ്ട്, ദർശനം മനുഷ്യന് കൊടുക്കാറുണ്ട്. ആ ദർശനം അത് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായതായിട്ട് വരാറുണ്ട്. അപ്പോൾ മനുഷ്യൻ അത് ഗ്രഹിച്ചു കൊള്ളണം, ഇത് ദൈവത്തിൻ്റെ വചനത്തിന് ചേർന്നതല്ല എന്ന്. ദൈവത്തിൻ്റെ വചനത്തിന് ചേരാത്തതായ എല്ലാ ദർശനങ്ങളെയും നിങ്ങൾ തള്ളിക്കൊള്ളണം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അനേക സഭകൾ തകരുന്നത് വിഷൻ ലഭിക്കുന്നു, പക്ഷേ വചനം അതിന് പിൻബലമില്ല. അനേകം കൂട്ടായ്മകൾ തകരുന്നത് വിഷൻ ലഭിക്കുന്നു, പക്ഷേ അതിന് വചനത്തിൻ്റെ പിൻബലമില്ല. സഹോദരങ്ങളെ, ഇന്ന് ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യാക്കോബിൻ്റെ ചരിത്രത്തിലേക്ക് നാം എത്തി നോക്കുകയാണ്. യാക്കോബിന് ദൈവത്തെ കാണാനിടയായി. കണ്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ദൈവത്തിൻ്റെ ശബ്ദത്തോട് ചേർന്ന് ആ ഗോവണിയുടെ ദർശനം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ തൊട്ടിരിക്കുന്നു, ആകാശത്തിലും തൊട്ടിരിക്കുന്നു വലിയൊരു ഗോവണി. ആ ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് നിത്യനായ ദൈവം അരുളി ചെയ്യുന്ന സ്വരം യാക്കോബ് കേട്ടു. യാക്കോബിനോട് ദൈവം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യം മുതൽ വായിക്കാം. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ആ ഗോവണിയുടെ മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിഷൻ ലഭിച്ചു, വോയിസ് ലഭിച്ചു. ഈ വോയിസിൽ ഒരു വലിയ പ്രോമിസ് ഉണ്ട്, ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം എന്താണ്? നിനക്ക് ഞാൻ ഭൂമി തരുമെന്നാണ്, നീ കിടക്കുന്ന ഭൂമി തരുമെന്നാണ്. പുതിയ ഇസ്രായേലായ നമുക്ക് ദൈവം ഈ വാഗ്ദത്തം പുതുക്കി തരുമ്പോൾ, ഈ കാലയളവിൽ ജീവിക്കുന്ന വിശ്വാസികളായി നമുക്ക് ദൈവം ഈ വാഗ്ദത്തം പുതുക്കി തരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നാം കുറച്ച് ഭൂമി സമ്പാദിക്കുമെന്നാണോ? നാം കുറച്ച് ഏക്കർ കണക്കിന് ഭൂമി സമ്പാദിക്കുമെന്നാണോ? നാം ഈ ഭൂമിയിൽ നാം കുറച്ച് സ്വത്ത് സമ്പാദിക്കുമെന്നാണോ? അല്ല പ്രിയരെ, അല്ല. കർത്താവിൻ്റെ വചനം പറയും, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. കർത്താവ് മലപ്രസംഗത്തിൽ പറഞ്ഞു, അന്ന് പറഞ്ഞത് അങ്ങനെയാണ്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അത് 37-ാം സങ്കീർത്തനത്തിലും അതേ വാക്യം നാം കാണുന്നുണ്ട്, ഭൂമിയെ അവകാശമാക്കുമെന്ന്. ഏതാണ് ഈ ഭൂമി? അത് നിത്യ പൊതുവാന ഭൂമിയാണ്. നിത്യ പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. നിത്യമായ ഭൂമിയാണ്. അത് സ്വർഗീയ ഭൂമിയാണ്. അത് സ്വർഗീയ അവകാശമാണ്. അവിടെ നമുക്ക് അവകാശം ലഭിക്കും. സ്വർഗത്തിൽ നമുക്ക് അവകാശം ലഭിക്കും. നമ്മുടെ ദേശം ഈ കാണുന്ന ഭൂമിയല്ല, നമ്മുടെ പാർപ്പിടം ഈ ഭൂമിയല്ല. നമുക്ക് സ്വർഗീയമായൊരു പാർപ്പിടം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് കർത്താവ് പറഞ്ഞു. യേശു ഇരിക്കുന്നിടത്ത് നാം ഇരിക്കണം. ആ സ്വർഗീയ വാസസ്ഥാനം, അതാണ് നിത്യവാന ഭൂമി എന്ന് പറയുന്നത്. നിത്യമായ ആകാശവും ഭൂമിയും, പുതിയ ആകാശവും പുതിയ ഭൂമിയും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നാം വായിച്ചിട്ടുണ്ട്, നമുക്ക് പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, ഇന്നീ കാണുന്നതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. ഇന്നീ കാണുന്നതെല്ലാം മാറിപ്പോകുന്നതാണ്. അണ്ടകടാഹത്തിൻ്റെ ഉടയവൻ അവിടുന്ന് എപ്പോഴാണ് ഈ ഭൂമിയെ മാറ്റിക്കളയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. നിത്യനായ ദൈവത്തിൻ്റെ കരം വന്ന് ഈ ഭൂമിയെ മാറ്റിക്കളയുന്നത് എപ്പോഴാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒരു ദിവസം ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകുമെന്ന് വേദപുസ്തകം പറയുന്നു. ഈ ഭൂമിയും ഭൂമിമേലുള്ള പണികളുമെല്ലാം വെന്തു പോകുമെന്ന് ഈ വേദപുസ്തകം പറയുന്നു. തിരുവചനം വ്യക്തമായി പറയുന്നു, എല്ലാം മാറിപ്പോകും. ഒരു പുതിയ ആകാശമുണ്ടാകും, ഒരു പുതിയ ഭൂമിയുണ്ടാകും. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു എന്ന് അപ്പോസ്തലൻ കണ്ട അന്നത്തെ ആത്മീയ ദർശനത്തിൽ ആ വെളിപ്പാട് പുസ്തകത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒരു പുതിയ ആകാശം ഒരു പുതിയ ഭൂമി ഉണ്ടാകും. ഒരു പുതിയ ലോകം തുറക്കും. ഒരു പുതിയ ജീവിതമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും, ആ പുതിയ ഭൂമിയിൽ വാസം ചെയ്യുവാൻ, ആ സ്വർഗീയ ഭൂമിയിൽ വാസം ചെയ്യുവാൻ നമുക്ക് ദൈവം അവകാശം തരികയാണ്. അതാണ് പറഞ്ഞത്,
നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരുന്നതായ വാഗ്ദത്തം അതാണ്. കർത്താവ് നമുക്ക് നേടിത്തന്നതായ സ്വർഗീയ അവകാശം അതാണ്. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, അവിടുന്ന് ക്രൂശിൽ മരിച്ചത്, അവിടുന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത്, അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയത്, അവിടുന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നത് എന്തിനു വേണ്ടി? നമുക്ക് സ്വർഗീയ അവകാശം തരാൻ. സ്നേഹിതരെ, നാം ഈ അവകാശം പ്രാപിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലായി ഈ അവകാശം പ്രാപിച്ചിട്ടുണ്ടോ? നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് യാക്കോബിന് കൊടുത്തതായ വാഗ്ദത്തം ഇന്ന് ദൈവം നമുക്ക് പുതുക്കി തരുമ്പോൾ നാം കാണുന്നത് എന്താണ്? നാം ഗ്രഹിക്കുന്നത് എന്താണ്? ഈ സ്വർഗീയ അവകാശത്തിലേക്ക് ദൈവം നമ്മെ മാടി വിളിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇവിടെ നാം ഭൗമിക പൗരത്വം ഉള്ളവരാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്ന്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അവസാന ഖണ്ഡികയിൽ കാണുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ഈ ശരീരം മാറും. ഈ ശരീരം മാറിയിട്ട് മഹത്വമുള്ള ശരീരം നാം പ്രാപിക്കും. വലിയൊരു തേജസ് നമ്മിൽ വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ശരീരം രൂപം ഇങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഈ ശരീരം അത് മാറിപ്പോകും. ഒരാത്മശരീരം നമുക്ക് ലഭിക്കും. പുതിയ ശരീരം നമുക്ക് ലഭിക്കും. പുതിയ തേജസ്സിൻ്റെ ശരീരം നമുക്ക് ലഭിക്കും. അത് ഓരോ വിശ്വാസിക്കുമുള്ള അവകാശമാണ്. പുതിയ ഭൂമിയിൽ വാഴുവാൻ പുതിയ ശരീരം നമുക്ക് ലഭിക്കും. സ്വർഗീയ ഭൂമിയിൽ വാഴുവാൻ പുതിയ ശരീരം നമുക്ക് ലഭിക്കും. അത് ആത്മീയ ശരീരമായിരിക്കും. അത് തേജസ്സിൻ്റെ ശരീരമായിരിക്കും. അത് ആത്മമയമായ ശരീരമായിരിക്കും. അത് തേജസ്സിൻ്റെ ശരീരം, ആ മഹത്വമുള്ള ശരീരം നാം പ്രാപിക്കും. ദ്രവത്വം ഇല്ലാത്ത ശരീരമായിരിക്കും. ഈ ദ്രവത്വമുള്ളത് മാറിപ്പോയിട്ട് അദ്രവത്വമായ ശരീരം നമുക്ക് ലഭിക്കും. ദ്രവത്വമില്ലാത്ത ശരീരം നമുക്ക് ലഭിക്കും. മൺമയമായത് മാറിപ്പോയിട്ട് വിൺമയമായ ശരീരം നമുക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കുമെന്ന്. ദ്രവത്വമുള്ളത് ദ്രവിച്ചു പോകുന്നത് ദ്രവിക്കാത്തതിനെ പ്രാപിക്കുമെന്ന്. സഹോദരങ്ങളെ, ഇന്ന് ഇതെല്ലാം നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, കേൾക്കുന്നു. എന്നാൽ അന്ന് മുഖാമുഖമായി കാണും. ഇപ്പോൾ നിങ്ങളിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കുമോ? നിങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല. നിങ്ങൾ ചിലരെ വിശ്വസിക്കുന്നു, ചിലർ ഇതെല്ലാം കേട്ട് വിട്ടുപോകുന്നു. എന്നാൽ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കൂ. എന്നാൽ ഒരു ദിവസം ഇതെല്ലാം നിങ്ങൾ അക്ഷരികമായി നേരിൽ കാണും. നേരിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. അന്ന് നിങ്ങൾ ഇത് കാണുന്നത് ആ ധനവാൻ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മുകളിലേക്ക് നോക്കി കണ്ടതുപോലെ ആയിരിക്കരുത്. നിങ്ങൾ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്നത് പറയുന്ന പ്രകാരം വിശുദ്ധന്മാരുടെ നിരയിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ സന്നിധാനത്തിലിരുന്നു കൊണ്ട് നാം അത് കാണുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടവരാണ്. അതുകൊണ്ടാണ് നമുക്കിന്ന് വചനം തരുന്നത്. അതിനു വേണ്ടി മാത്രമാണ് നമുക്ക് വചന ശുശ്രൂഷകൾ തരുന്നത്. അതിനുവേണ്ടിയാണ് ഈ വേദപുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് മനുഷ്യഹൃദയങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സ്വർഗീയ ഭൂമിയിലേക്ക്, സ്വർഗീയ അവകാശത്തിലേക്ക് നമ്മെ ആനയിക്കുവാനാണ്, നമ്മെ എല്ലാവരെയും കൊണ്ടുവരാനാണ്. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. പ്രിയപ്പെട്ടവരെ, എനിക്ക് മാത്രമല്ല സന്തതി പരമ്പരകൾക്ക് തരുമെന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ നിയമം അതാണ്. യെശയ്യാ പ്രവാചന പുസ്തകം 59-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വായിക്കുമ്പോൾ കാണാം, ദൈവം നമ്മോടൊരു നിയമം ചെയ്യുന്നതാണ് പറയുന്നത്. ദൈവം നമുക്കൊരു വാഗ്ദത്തം തരുന്നതാണ് പറയുന്നത്. എന്താണ് ആ വാഗ്ദത്തം? നമ്മോട് പറയും ദൈവത്തിൻ്റെ നിയമമോ ഇതാകുന്നതാണ് പറയുന്നത്. ഇന്ന് നിനക്ക് ഞാൻ തരുന്ന നിയമം ഇതാകുന്നു എന്ന് ദൈവം കൽപ്പിക്കുകയാണ്. നിന്റെ പ്രവാചകൻ്റെ നാവിൽ കൂടി ദൈവം കൽപ്പിക്കുകയാണ്. എന്താണ് ദൈവം തരുന്ന വാഗ്ദത്തം? നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും.
പ്രിയപ്പെട്ടവരെ, ഇന്ന് മക്കളെ ഓർത്ത് ആവലാതിപ്പെടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. അയ്യോ, എൻ്റെ മോൻ പോകുന്നല്ലോ, നഷ്ടപ്പെട്ടു പോകുന്നല്ലോ, അവൻ സുബോധമില്ലാത്തവനെ പോലെ നടക്കുന്നല്ലോ, എൻ്റെ മോള് വഴിതെറ്റി പോകുന്നല്ലോ, അവൾ അല്പം പോലും വിവരമില്ലാത്തവളെ പോലെ, വിവേകമില്ലാത്തവളെ പോലെ ജീവിക്കുന്നല്ലോ, എൻ്റെ ദൈവമേ, അല്പം പോലും ചുമതലാബോധമില്ലാതെ ഈ മക്കൾ പോകുന്നല്ലോ, ഞാൻ എന്തെല്ലാം കഷ്ടപ്പെട്ട് നേടിയെടുത്തതെല്ലാം ഇവരെല്ലാം മുഴുവൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നല്ലോ, മുടിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. മക്കളെ ഓർത്തുള്ള ആവലാതി ഇന്ന് ലോകത്തെമ്പാടും മക്കളെ ഓർത്തുള്ളതായ വലിയ ആശങ്കകളും ആവലാതികളും മനുഷ്യ ഹൃദയത്തെ മഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്താണ്? നീ ഒരാൾ ഈ അവകാശം നീ പ്രാപിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം നീ കൈക്കൊണ്ട് നീ ഒരാൾ ഈ അവകാശം പ്രാപിച്ചു കഴിഞ്ഞാൽ, നിന്റെ സന്തതിക്കും നിന്റെ സന്തതിയുടെ സന്തതിക്കും ഈ അനുഗ്രഹത്തിൻ്റെ അവകാശം പ്രാപിക്കാൻ പറ്റുമെന്നാണ് ദൈവം തരുന്ന വാഗ്ദത്തം. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവ് വിട്ടുപോകയില്ല, നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങൾ അത് വിട്ടുപോകുകയില്ല, അത് നിന്റെ മേൽ നിന്ന് വിട്ടുപോകുകയില്ല, നിന്റെ സന്തതിയുടെ മേൽ നിന്ന് വിട്ടുപോകുകയില്ല, നിന്റെ സന്തതിയുടെ മേലിൽ നിന്നും വിട്ടുപോകുകയില്ല. തലമുറയായി ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്നാണ് പറയുന്നത്. തലമുറകളിലേക്ക് പകരുന്ന അനുഗ്രഹം തരാമെന്നാണ് സ്വർഗത്തിലെ നിത്യനായ ദൈവം കൽപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ ഈ വാഗ്ദത്തം ഞാൻ സ്വന്തമാക്കണം. അത് ഞാനാണ് ചെയ്യേണ്ടത്. ഞാൻ അവകാശമാക്കണം. അത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ മറ്റൊന്നും ചെയ്യേണ്ട. ഞാൻ എന്ന് പറയുന്ന നിസ്സാര മനുഷ്യൻ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ കേവലം മനുഷ്യനാണ്, എനിക്ക് നേടിയെടുക്കാവുന്നതല്ല. ചന്ദ്രനിലേക്ക് കുതിച്ച് പറക്കാൻ നോക്കിയാൽ സാധിക്കുമോ? വിമാനത്തിൽ കയറിയാൽ ചെല്ലാൻ പറ്റുമോ ചന്ദ്രനിലേക്ക്? ചന്ദ്രനിലേക്ക് പോകുന്ന വാഹനത്തിൽ കയറണം. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലേക്ക് പോകുന്ന വാഹനത്തിൽ കയറി ചന്ദ്രനിൽ ചെന്നിറങ്ങി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, അനേകം യാത്രികർ അവർ ചന്ദ്രനിലേക്ക് പോയത് അതിനുവേണ്ടി സജ്ജീകരണമായ വാഹനത്തിലാണ്. സ്വർഗത്തിലേക്ക് പോകുവാൻ ഒരു വാഹനമുണ്ട്, സ്വർഗീയ അവകാശം പ്രാപിക്കാൻ അതിനുള്ളതായ ഒരു വാഹനമുണ്ട്. അതേതാണ്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന, സ്വർഗത്തിൽ നിന്ന് പറന്നിറങ്ങി വന്ന ഒരു വാഹനം, അത് സ്വർഗത്തിലേക്ക് കയറിപ്പോയ വാഹനം. ആ വാഹനത്തിൽ നിന്ന് കയറാൻ ആ വാഹനം ഇതാ നമ്മുടെ മുമ്പിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നു, നമ്മുടെ അരികിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇതാ നമ്മുടെ സമീപത്തേക്ക് വന്നിരിക്കുന്നു. നമുക്ക് എത്തിപ്പിടിക്കാൻ പാകത്തിന്, നമുക്ക് അടുത്ത് ചെല്ലാൻ പാകത്തിന് വചനം നമുക്ക് സമീപസ്ഥമായിരിക്കുന്നു. വചനം നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. നമുക്ക് പ്രാപിക്കാം, വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, വേണമെങ്കിൽ നമുക്ക് കൈക്കൊള്ളാം, വേണമെങ്കിൽ നമുക്ക് അകത്ത് കടക്കാം. ഈ വാഹനത്തിൽ കയറിയിരിക്കാം. അവൻ്റെ സംഗീത തുറന്നിരിക്കുന്നു, അവൻ്റെ തിരുവിലാവിത തുറന്നിരിക്കുന്നു, അവൻ്റെ തിരുവാവിൽ നിന്ന് അവൻ്റെ തിരുരക്തം ഇതാ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി ആ തിരുരക്തം ഇതാ ഒഴുകുന്നു. ആ സ്നേഹത്തിൻ്റെ തിരുരക്തം, സ്നേഹത്തിൻ്റെ ചുടുരക്തം ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏത് പാപിയെയും കഴുകുവാൻ ആ തിരുരക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏത് അശുദ്ധിനെയും വിശുദ്ധീകരിപ്പാൻ ആ തിരുരക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരികളെ, സഹോദരന്മാരെ, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കൂ, ആ തിരുവിലാവ് തുറന്നിരിക്കുന്നു. ആർക്കും കടന്നു വരാം, ആർക്കും പ്രവേശിക്കാം. ചന്ദ്രനിലേക്ക് പറക്കാനല്ല, സ്വർഗീയ അവകാശ ഭൂമിയിലേക്ക് പറക്കാൻ ഈ സ്വർഗീയ വാഹനത്തിൽ നിങ്ങൾക്ക് കയറാം. സ്വർഗത്തിൽ നിന്ന് പറന്നിറങ്ങി വന്ന വാഹനം ഇതാ നിങ്ങളുടെ അരികത്ത് വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളുടെ അരികത്ത് വന്നിറങ്ങിയിരിക്കുന്ന കർത്താവായ യേശുവിനെ ഇപ്പോൾ നിങ്ങളൊന്ന് സ്വീകരിക്കുമോ? യേശുവിനെ നിങ്ങൾ കൈക്കൊള്ളുമോ? എൻ്റെ കർത്താവേ, എന്നെ നീ നിരസിക്കില്ലെന്നാണല്ലോ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ അരുതാത്തതായി പലതും സംഭവിച്ചു പോയി. യാക്കോബിന് ചിന്തിക്കാം, അരുതാത്തത് സംഭവിച്ചു പോയി. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട അവനെ കബളിപ്പിച്ചു പോയി. അപ്പന് കണ്ണുകാഴ്ചയില്ലാത്തപ്പോൾ അപ്പനെ ഞാൻ കബളിപ്പിച്ചു പോയി, അപ്പനോട് ഞാൻ നുണ പറഞ്ഞു പോയി, എൻ്റെ സഹോദരൻ്റെ അവകാശം ഞാൻ തട്ടിയെടുത്തു പോയി, ഞാൻ വഞ്ചിച്ചു പോയി. എൻ്റെ ദൈവമേ, തെറ്റുകൾ പറ്റിപ്പോയി. എങ്കിലും നീ എന്നെ നിരസിക്കില്ലെന്നാണല്ലോ നീ പറഞ്ഞത്. എന്നെ നിരസിക്കാതെ എനിക്ക് ഈ അവകാശം തരാമെന്നാണല്ലോ പറഞ്ഞത്. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും അവകാശമായി തരാമെന്ന്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾക്ക് മനസ്സിലായോ? യേശു നമ്മുടെ അരികത്തുണ്ട്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത് യേശു നിങ്ങളുടെ അരികത്തുണ്ട്. അവൻ നിങ്ങളുടെ സമീപത്ത് നിൽക്കുകയാണ്. മോനെ, അവൻ നിൻ്റെ അരികത്ത് തന്നെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. മോളെ, അവൻ നിൻ്റെ അരികത്ത് തന്നെയുണ്ട്. അവൻ നിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് വൈകണ്ട എന്നാണ് പറയുന്നത്. ഇനി താമസിക്കുന്നത് എന്ത് എന്ന്, ഇനി താമസിക്കുന്നത് എന്ത്? നീ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക, ദൈവകരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിക്കുക, കർത്താവിൻ്റെ തിരുവിലാവിലേക്ക് നീ പ്രവേശിക്കുക. ആ സ്നേഹമുള്ള, ആ സ്നേഹത്തിൻ്റെ നിറവായ ഹൃദയത്തിനുള്ളിലേക്ക്, തിരുവിലാവിലേക്ക് മോനെ നീ കടന്നു വരൂ. നീ അകത്ത് പ്രവേശിക്കാം. ഇതുവരെയുള്ള നിൻ്റെ ജീവിതം പാപപൂർണ്ണമാണ്, ഇതുവരെയുള്ള നിൻ്റെ ജീവിതം പാപമയമാണ്, ഇതുവരെയുള്ള നിൻ്റെ ജീവിതം അശുദ്ധമാണ്, ഇതുവരെയുള്ള നിൻ്റെ ജീവിതം വ്യാജമാണ്, ഇതുവരെയുള്ള നിൻ്റെ ജീവിതം കാപട്യമാണ്, നിൻ്റെ ഭക്തി കപടഭക്തിയാണ്, നിൻ്റെ ജീവിതം വേഷഭക്തിയുള്ളതാണ്, ഇതുവരെ തെറ്റുകൾ സംഭവിച്ചതാണ്. എന്നാൽ ഇന്ന് നീ സകലവും മറന്ന് നിന്നെ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് തരുവീൻ, എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വരുവീൻ. നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്ന
ഈ തെരുവിലാവിലേക്ക് നീ പ്രവേശിപ്പീൻ, ഹൃദയത്തിലേക്ക് പ്രവേശിപ്പീൻ. ഞാൻ നിന്നെ വഹിക്കാം, ഞാൻ നിന്നെ ചുമക്കാം, നരയ്ക്കോളം ചുമക്കാം, ഞാൻ നിന്നെ വഹിച്ചുകൊണ്ട് നടക്കാം, ഞാൻ നിന്നെ സ്വർഗീയ സോപാനങ്ങളിലേക്ക് കയറ്റാം. ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾ വിശ്വസിക്കൂ, ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ, ദൈവത്തോട് വാക്ക് പറയൂ. കർത്താവേ, ഇന്നിതാ ഈ വചനത്തിന് മുന്നിൽ ഞാൻ വിനയപ്പെടുന്നു. എന്നെ ഞാനിതാ നിൻ്റെ പാദപീഠത്തിങ്കിൽ സമർപ്പിക്കുന്നു. നിങ്ങൾ സമർപ്പിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട് നിൻ്റെ മക്കളെ എൻ്റെ നാഥൻ അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ മേൽ തൃക്കരം വെക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ. നാഥ, ദുഃഖിച്ചിരിക്കുന്നവരുണ്ടല്ലോ, മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ, രോഗികളായി വലയുന്നവരുണ്ടല്ലോ, എൻ്റെ ദൈവമേ, ആശങ്കാകുലരായി ഭയത്തിലും ഭീതിയിലും കഴിയുന്നവരുണ്ടല്ലോ, എല്ലാവരെയും തഴുകണമേ. സമാധാനത്തിന് കണികയില്ലാതെ നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ, എല്ലാവർക്കും പ്രത്യാശ നൽകണമേ. അശുദ്ധിയിൽ വീണുപോയവരുണ്ടല്ലോ, അഴുക്കൽ ആണ്ടുപോയവരുണ്ടല്ലോ, എല്ലാവരെയും പിടിച്ച് എഴുന്നേൽപ്പിക്കണമേ. എല്ലാവരെയും കഴുകണമേ, എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ, എല്ലാവരെയും തൃക്കരങ്ങൾ ചേർക്കണമേ, എല്ലാവരെയും തിരുമാറോട് ചേർത്തണയ്ക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുനാഥൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.